ഹായ് എവ്രി വൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോൾ ഒരു ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരുടെ ലൈഫ് സെറ്റായേനെ എന്നുള്ളത്. പിന്നെ അത് ബുള്ളറ്റ് കിട്ടിയിരുന്നെങ്കിൽ KTM, അങ്ങനെ അവരുടെ ആഗ്രഹമൊക്കെ നീണ്ടുപോയി. ഇന്നിപ്പോൾ ഞാനിങ്ങനെ ഫൈനാൻസ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ഗുണവും ദോഷം എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം സ്റ്റോക്ക് അനാലിസിസ് പേഴ്സ്പെക്റ്റീവിലാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് മിക്ക ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ്, എല്ലാ മേജർ 2 വീലർ അതുപോലെ 4 വീലർ കമ്പനികൾക്ക് കോമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു കമ്പനി ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം അതുപോലെ തന്നെ സെൻസേഴ്സിൽ അവർക്ക് എക്സ്പെർട്ടീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് 2 വീലേഴ്സിൽ 50% മാർക്കറ്റ് ഷെയർ, കൊമേഴ്ഷ്യൽ വർക്കിൽ 70% മാർക്കറ്റ് ഷെയർ, അതുപോലെ ട്രാക്ടർ സെഗ്മെൻറ്റിൽ 50% മാർക്കറ്റ് ഷെയർ എന്നുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ മോണോപ്പൊളി സ്റ്റോക്ക് സീരീസിൽ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേരാണ് പ്രീകോൾ ലിമിറ്റഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കമ്പനിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഇൻഡസ്ട്രി ഓവർവ്യൂ, കമ്പനിയുടെ ബിസിനസ് സെഗ്മെൻറ്റ്, ഫൈനാൻഷ്യൽ അനാലിസിസ്, കമ്പനിക്കുള്ള ചലഞ്ചസ്, അതുപോലെ സ്റ്റോക്ക് പെർഫോമൻസ് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഓട്ടോമോട്ടീവ് കോമ്പോണൻസ് അതുപോലെ പ്രിസിഷൻ എഞ്ചിനീയർ പ്രൊഡക്ട്സിൻ്റെ ഇന്ത്യയിലെ ലീഡിംഗ് മാനുഫാക്ചേഴ്സിൽ ഒരാളാണ് പ്രീകോൾ ലിമിറ്റഡ്. അപ്പോൾ കമ്പനി തുടങ്ങുന്നത് 1975-ലാണ്. അപ്പോൾ ഈ ഒരു 48 വർഷം പഴക്കമുള്ള കമ്പനിയുടെ ഹെഡ് ക്വാർട്ടർ വരുന്നത് കോയമ്പത്തൂരാണ്. ഇന്ന് കമ്പനിക്ക് ഇന്ത്യയിലെമ്പാടുമായിട്ട് 9 മാനുഫാക്ചറിങ് പ്ലാന്റുകളുണ്ട്. ഒന്ന് ഇന്തോനേഷ്യയിലെ ജക്കാർട്ടയിൽ, 3 ഇൻ്റർനാഷണൽ ഓഫീസുകളുണ്ട്, ജപ്പാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതുപോലെ സിംഗപ്പൂരിലായിട്ട്. അപ്പോൾ ഇന്ന് ഇതൊരു റെപ്യൂട്ടഡ് ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 45-ലധികം രാജ്യങ്ങളിലേക്ക് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് അതുപോലെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ കുറച്ച് മെയിൻ പ്രൊഡക്റ്റിൽ വരുന്നതാണ് ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റംസ് ആൻഡ് സെൻസേഴ്സ്, പമ്പ്സ് ആൻഡ് അലൈഡ് പ്രൊഡക്ട്സ്, ടെലിമാറ്റിക്സ് ആൻഡ് വൈപ്പിംഗ് സിസ്റ്റംസ്. ഇപ്പോൾ 2 വീലേഴ്സ് അല്ലെങ്കിൽ 3 വീലേഴ്സ്, പാസഞ്ചർ വെഹിക്കിൾസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, ഫാം എക്യുപ്മെൻറ്റ് അതുപോലെ ഓഫ് റോഡ് വെഹിക്കിൾസിലും ഉപയോഗിക്കുന്നുണ്ട് ഇത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം അതുപോലെ ഓട്ടോമോട്ടീവ് ടെലിമാറ്റിക്സ് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് പറയാം. അപ്പം ആ പേരിൽ പറയുന്ന പോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവേഴ്സിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. ലൈക്ക് ഇപ്പോൾ സ്പീഡ്, ഫ്യൂവൽ ലെവൽ, എൻജിൻ ടെമ്പറേച്ചർ, അങ്ങനെ പലതും. അപ്പം ഇതിനാണ് നമ്മൾ ഓട്ടോമോട്ടീവ് ടെലിമാറ്റിക് ടെക് എന്ന് നമ്മളിതിന് പറയും. അപ്പോൾ പല ലീഡിങ് ഓട്ടോമോട്ടീവ് കമ്പനികൾ അവരുടെ കസ്റ്റമേഴ്സാണ്. ലൈക്ക് ഇപ്പോൾ ബജാജ്, BMW, ഹീറോ, ഹോണ്ട, TVS, യമഹ, മഹേന്ദ്ര, ടാറ്റ, സ്കോഡയൊക്കെ. അപ്പോൾ പ്രീകോളിൻ്റെ മാനേജ്മെൻറ്റ് ടീം ഹെഡ് വരുന്ന പ്രൊമോട്ടർ മിസ്റ്റർ വിക്രം മോഹനാണ്. അപ്പം 2013 ജൂൺ തൊട്ട് കമ്പനിയുടെ ബോർഡ് മെമ്പറാണ് ഇദ്ദേഹം. അപ്പോൾ സെപ്റ്റംബർ 2023 പ്രകാരം പ്രൊമോട്ടേഴ്സ് അതുപോലെ അവരുടെ റിലേറ്റഡ് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫാമിലി ഓൺഡ് എൻറ്റിറ്റീസ് പ്രീകോളിൽ 38.51% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ ബിസിനസ് സെഗ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കമ്പനിയുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സെക്ടറാണ് ഓട്ടോമൊബൈൽ സെക്ടർ. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോണ്ടസ്റ്റിൽ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റ് മൊത്തം സെക്ടറിൻ്റെ ഗ്രോസ് വാല്യൂ ആഡിൻ്റെ 12%. അപ്പോൾ ഓട്ടോ ആൻസിലറി ഇൻഡസ്ട്രിയിൽ ആണ് പ്രീകോൾ ലിമിറ്റഡ് വരുന്നത്. അപ്പോൾ വാഹനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്സ് ആണ് ഓട്ടോ ആൻസിലറി പാർട്സ്. അപ്പം ഇതിൻ്റെ അർത്ഥം മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ ഈ പാർട്സ് ഒക്കെ വാങ്ങും. ലൈക്ക് ഇപ്പോൾ എൻജിൻ പാർട്സ്, ഡ്രൈവ് ഗിയർ ബോക്സ്, ബ്രേക്ക് പാർട്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻ്റ് ഒക്കെ. അപ്പം ഇതൊന്നും ചെറിയ കാര്യമല്ല. അപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് 2027 ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ഇടയ്ക്ക് ഇത് ഏകദേശം 12.06% CAGR എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എസ്റ്റിമേറ്റ് അനുസരിച്ച് 2027 ഫൈനാൻഷ്യൽ ഇയറിൽ ഓട്ടോ ആൻസിലറി മാർക്കറ്റ് 7294.99 ബില്യൺ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് മൊത്തം ഓട്ടോമൊബൈൽ സെക്ടർ നമുക്ക് മനസ്സിലാക്കാം. 2018 ഗ്ലോബൽ ഓട്ടോമോട്ടീവ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാർക്കറ്റ് സൈസ് $7.2 ബില്യൺ ആയിരുന്നു. 2026 ആകുമ്പോഴേക്കും $13.77 ബില്യൺ എത്തുമെന്നാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാർക്കറ്റ്. അപ്പോൾ അവർ പാർട്സ് മാനുഫാക്ചർ ചെയ്യും. അതായത് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡ്രൈവേഴ്സിന് നൽകാനായിട്ട്, ലൈക്ക് ഇപ്പോൾ സ്പീഡ്, ഫ്യൂവൽ ലെവലൊക്കെ. ഇനി നമുക്ക് ഗ്രാഫ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2022 മാർക്കറ്റ് സൈസ് $1212 മില്യൺ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 2028 ആകുമ്പോഴേക്കും മാർക്കറ്റ് $3637.2 മില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് OEM ഇൻഡസ്ട്രി വെഹിക്കിൾ സെയിൽ 26 മില്യണിൽ നിന്ന് 76 മില്യണായിട്ട് കൂട്ടണമെന്നാണ് ലക്ഷ്യമിടുന്നത്. അപ്പം ഇത് പ്രീകോളിന് നല്ലൊരു വാർത്തയാണ്. അപ്പോൾ EV കാറുകളുടെ പോപ്പുലാരിറ്റി കൂടുന്നത്, അതുപോലെ തന്നെ സർക്കാർ ഇലക്ട്രിക് മൊബിലിറ്റി മേഖലയിൽ നിന്നുള്ള പിന്തുണയൊക്കെ പ്രീകോളിന് നല്ല പ്രയോജനം ചെയ്യും. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം അതുപോലെ ടെലിമാറ്റിക്സ് ടെക് ഉണ്ട്. ഇനി ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഗ്ലോബലി വോളിയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജപ്പാൻ്റെ നിപ്പോസേക്കി 2 വീലർ ക്ലസ്റ്റർ ബിസിനസ്സിൽ ടോപ്പാണ്. അത് കഴിഞ്ഞ് പ്രീകോൾ ആണ്.
അപ്പം ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് പറയുവാണെങ്കിൽ പ്രീകോളാണ് ടോപ്പിലായിട്ട് വരുന്നത്. 53% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അത് കഴിഞ്ഞ് മിൻഡ കോർപ്പറേഷൻ. അപ്പോൾ 2023 ഫെബ്രുവരി 13 മിൻഡ കോർപ്പറേഷൻ പ്രീകോളിൻ്റെ 15.7% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മിൻഡയ്ക്ക് പ്രീകോളിൽ സ്റ്റേക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ബിസിനസ്സിൽ മാർക്കറ്റ് ഷെയർ നല്ല രീതിയിൽ വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം നിലവിൽ 15%. അപ്പം ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. മിൻഡ കോർപ്പറേഷൻ പ്രീകോളിൽ വീണ്ടും കൂടുതൽ സ്റ്റേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്റ്റേക്ക് 24.5% കൂട്ടണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഹൈക്കോർട്ടിലൊരു കേസുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിൻഡയ്ക്ക് ഇത് കൂടുതൽ സ്റ്റേക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടറിയണം. ഇൻഡസ്ട്രി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് കമ്പനിയുടെ ബിസിനസ് സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കമ്പനിക്ക് മെയിൻലി 2 ബിസിനസ് സെഗ്മെൻറ്റാണുള്ളത്. ഡ്രൈവർ ഇൻഫോർമേഷൻ കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻ, അതുപോലെ തന്നെ ആക്ച്വേഷൻ കൺട്രോൾ ആൻഡ് ഫ്ലൂയിഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ പ്രീകോൾ അവരുടെ ക്ലയൻറ്റുകൾക്കായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ഡിസ്പ്ലേ ആൻഡ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓൺ ബോർഡ് നാവിഗേഷൻ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ മിററിംഗ് ആൻഡ് റിയൽ ടൈം FOTA. അപ്പോൾ ഇതൊക്കെ വാഹനാനുഭവം മെച്ചപ്പെടുത്തും. അപ്പോൾ ഇതുകൂടാതെ കമ്പനി സെൻസേഴ്സ് നൽകുന്നുണ്ട്. അതുപോലെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി വൈപ്പിംഗ് സിസ്റ്റം, ഡിസ്ക് ബ്രേക്ക്, ഫ്യൂവൽ പമ്പ്സ്, അതുപോലെ തന്നെ ഓയിൽ പമ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഓട്ടോ എക്സ്പോ 2023 പ്രീകോള് പുതിയ EV റെഡി പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ, കോക്പിറ്റ്, ബ്രേക്ക്, റൗണ്ട് TFT ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സ് ഒക്കെ. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് ചൈനീസ് കമ്പനിയായിട്ടൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ അഡ്വാൻസ് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടാണ്. ലൈക്ക് ഇപ്പം കോക്പിറ്റ് അല്ലെങ്കിൽ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ ഒക്കെ. അപ്പോൾ ഫൈനാൻഷ്യൽ 2024 ആദ്യ പകുതിയിൽ കമ്പനി ടോട്ടൽ റവന്യൂ 1084.76 കോടി രൂപയായിരുന്നു. അപ്പോൾ 2023 ഫൈനാൻഷ്യറിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ 65% റവന്യൂ 2 വീലേഴ്സ് അതുപോലെ 3 വീലേഴ്സ് എന്നാണ് വരുന്നത്. 15% കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ നിന്നും, 10% പാസഞ്ചർ വെഹിക്കിളിൽ നിന്നും, അതുപോലെ തന്നെ 10% ഓഫ് റോഡ് വെഹിക്കിളും ട്രാക്ടറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സെഗ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 2023 ഫൈനാൻഷ്യറിൽ ഏകദേശം 55% റവന്യൂ ഡ്രൈവർ ഇൻഫോർമേഷൻ സിസ്റ്റം എന്നാണ് വരുന്നത്. 30% ആക്ച്വേഷൻ ആൻഡ് ഫ്ലൂയിഡ് കൺട്രോൾ സിസ്റ്റം, 15% സെൻസർ അതുപോലെ ബാക്കി സോഴ്സിൽ നിന്നാണ്. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയർ റിസൾട്ട് പ്രകാരം 92% റവന്യൂ ഡൊമസ്റ്റിക് സെയിലിൽ നിന്നും 8% എക്സ്പോർട്സിൽ നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കമ്പനിയുടെ റവന്യൂ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ട്രെൻഡ് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ട് നോക്കിയാൽ കാണാം റവന്യൂ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇടയ്ക്ക് ഒരു ഡിപ്പോടെ ഒരു കൺസിസ്റ്റൻറ്റ് അപ്വേർഡ് ട്രെൻഡ് ഉണ്ട്. അതുപോലെ തന്നെ അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റവന്യൂ ട്രെൻഡുമായിട്ട് ക്ലോസ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമേഷനിലാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ കമ്പനി കസ്റ്റമർ റിട്ടേഷൻ കൂട്ടുന്നതിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് 2021 ഫൈനാൻഷ്യൽ തൊട്ട് ഇന്ന് വരെ കമ്പനിക്ക് ഏകദേശം 10 മുതൽ 13% ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2020 തൊട്ട് 2022 വരെ കോവിഡ് കാരണം 2 വീലറിൻ്റെ ഡിമാൻഡൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വരുമാനമൊന്നും കൂടിയിട്ടില്ല കമ്പനിക്ക്. ഇപ്പോൾ 2019-20 നഷ്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഫോറിൻ സബ്സിഡറീസ് അവർ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമാനത്തിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ബിസിനസ് വിറ്റ് ചിലവ് കുറച്ചപ്പം 2021 അതുപോലത്തെ 2022 കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏകദേശം 12 മുതൽ 13% കൂടിയിട്ടുണ്ട്. അപ്പോൾ 2023 അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിലെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വരുമാനം കൂടിയേക്കുന്നത് നമുക്ക് കാണാം. കാരണം വാഹനങ്ങളുടെ ഡിമാൻഡൊക്കെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡിമാൻഡും കൂടുന്നുണ്ട്. സോ ഇത് കാരണം ഡ്രൈവർ ഇൻഫോർമേഷൻ സൊല്യൂഷൻ അതുപോലെ കണക്റ്റഡ് വെഹിക്കിൾ സൊല്യൂഷൻ്റെ ഡിമാൻഡ് വീണ്ടും കൂടും. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ ചിലവുകളും കുറച്ചതിന് ശേഷം വരുന്ന ഓവറോൾ പ്രോഫിറ്റബിലിറ്റിയാണ് നെറ്റ് പ്രോഫിറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഒരു അപ്വേർഡ് ട്രെൻഡ് ഉണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു കുറച്ച് ഡിപ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ മാർച്ച് 2017 നെറ്റ് പ്രോഫിറ്റ് 9 കോടി മാത്രമായിരുന്നു. അത് മാർച്ച് 2023 125 കോടിയായിട്ട് കൂടി. പക്ഷേ 2018, 19 അതുപോലെ തന്നെ 20 നെറ്റ് പ്രോഫിറ്റ് ഇല്ലായിരുന്നു, ലോസ് ആയിരുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ വരുമാനത്തിൽ കാര്യമായിട്ട് കയറ്റമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാരണം കോവിഡ് കാരണം 2 വീലേഴ്സിൻ്റെ ഡിമാൻഡൊക്കെ കുറഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇതുകൂടാതെ അവർ 2019-20 നഷ്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ഫോറിൻ സബ്സിഡറീസ് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം കമ്പനിക്ക് 124.95% പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിൽ 34% പ്രോഫിറ്റ് ഗ്രോത്തും, അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷത്തിൽ 47% ഗ്രോത്തും. ഇനി നമുക്ക് ബോറോയിങ് ട്രെൻഡ് നമുക്ക് നോക്കാം. അപ്പോൾ ബോറോയിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 ഡെറ്റ് 448 കോടിയായിരുന്നു. അതുപോലെ തന്നെ മാർച്ച് 2020 ഡെറ്റ് 431 കോടിയായിരുന്നു. പക്ഷേ അതിനുശേഷം കുറച്ച് കടം കുറയുന്നതായിട്ടാണ് കണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 2018 തൊട്ട് 2020 വരെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ നല്ലതല്ലായിരുന്നു. അവർ നഷ്ടത്തിലായിരുന്നു. പിന്നെ അവർ കുറച്ച് കോസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് അവർ കുറച്ച് സബ്സിഡറീസ് ഒക്കെ അവർക്ക് വിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഇതവർ മോശമായിട്ട് ബാധിച്ചു. ഇതുകൂടാതെ കുറേ കടം എടുത്തിട്ടാണ് അവർ ബിസിനസ്സൊക്കെ വാങ്ങിയത്. എന്നാലും ഇപ്പോൾ അടുത്ത് തന്നെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 2021 തൊട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ഇഷ്യൂ വഴി 81 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇഞ്ചക്ഷനും.
അപ്പോൾ ഇത് കടം കുറയ്ക്കാനും ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മെട്രിക്സ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാനൊക്കെ കാരണമാക്കിയിട്ടുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.45x നിന്ന് 0.25x ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മെയിൻലി ബോറോയിങ്സ് കുറച്ചുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അഡീഷണലി 2023 ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് 2025 ഫൈനാൻഷ്യൽ ഇയർ വരെ കമ്പനി 600 കോടി രൂപയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് പ്രോഫിറ്റിൽ നിന്നാണ് ഫണ്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയർ ഓൾറെഡി 80 കോടി ചിലവാക്കിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കമ്പനിക്ക് വേറെ ഒരുപാട് ചലഞ്ചുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടി നമുക്ക് സംസാരിക്കാം. അപ്പോൾ 2 വീലർ സെയിൽസിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു ചലഞ്ചുകളിൽ ഒന്നും നമുക്ക് പറയാം. ഇപ്പോൾ 2023 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 65% റവന്യൂ 2 വീലേഴ്സ് അതുപോലെ 3 വീലേഴ്സ് എന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 വീലർ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020-22 ഫൈനാൻഷ്യൽ സംഭവിച്ച പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ബിസിനസ്സിനെയൊക്കെ ബാധിക്കും. അത് റവന്യൂ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ കാരണമാവും. ഇനി രണ്ടാമത്തെ വലിയൊരു ചലഞ്ച് കമ്പനി ഇമ്പോർട്ടിലേക്ക് നല്ല രീതിയിൽ ആശ്രയിക്കുന്നതാണ്. അപ്പോൾ ഇത് കാരണം പ്രോഫിറ്റബിലിറ്റിയൊക്കെ മോശമായിട്ട് ബാധിക്കപ്പെടാം. എസ്പെഷ്യലി ഫോറക്സ് മൂവ്മെൻറ്റ്, സപ്ലൈ കാർഡ്സ് അതുപോലെ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ വേറെ രാജ്യങ്ങളിൽ നിന്നാണ് കമ്പനി ഒരു 40 മുതൽ 45% റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ മെജോറിറ്റി മെറ്റീരിയൽസിൽ ഏകദേശം ഒരു 65 മുതൽ 70% ചൈനയിൽ നിന്നാണ് വരുന്നത്. പക്ഷേ അവർ സൗത്ത് കൊറിയ അതുപോലെ തായ്വാൻ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസൊക്കെ പ്രീകോളിലേക്ക് അയക്കുന്നത് അവർ സിംഗപ്പൂർ സബ്സിഡറി കമ്പനി വഴിയാണ്. അപ്പോൾ പ്രീകോൾ ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസിലേക്ക് കമ്പനി അധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ കറൻസി വാല്യൂവിൽ മാറ്റം വരുമ്പോൾ അതുപോലെ ഷിപ്പിംഗ് കോസ്റ്റ് മാറുമ്പോഴൊക്കെ പ്രോഫിറ്റിനെ അത് ബാധിക്കും. ഇപ്പോൾ ഗ്ലോബൽ സിറ്റുവേഷൻ ഒന്നും സ്റ്റേബിൾ അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ മിൻഡ കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ ഉനോ മിൻഡ ലിമിറ്റഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറവാണ്. കൂടാതെ കമ്പനിയുടെ 5 year CAGR റിട്ടേൺസും കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കൂടുതലാണ്. പക്ഷേ നമ്മൾ 5 year സെയിൽസ് CAGR നോക്കുകയാണെങ്കിൽ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും സ്ലൈറ്റ്ലി കുറവാണ്. പക്ഷേ നിങ്ങൾ ഓർക്കുക, സ്റ്റോക്ക് പെർഫോമൻസ് മാത്രം വെച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്യണം. സോ ഈ ഒരു കമ്പനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓട്ടോ ആൻസിലറി സ്റ്റോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ കമൻസിൽ പറയാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ എടുത്തു പറയുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.